ഹായ് ഓൾ, ദിസ് ഇസ് ട്യൂസ്ഡേ മോർണിംഗ്. ഈ വർഷം ഇതാദ്യമായിട്ട് ഞാൻ പിള്ളേർക്ക് ഇന്ന് സ്കൂളിൽ ചോറ് കൊടുത്തു വിടാന്ന് വിചാരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഏത്തപ്പഴം പുഴുങ്ങിയതും പിന്നെ കുറച്ച് ഓട്സും കൂടെ കാച്ചാന്ന് കരുതി. കിച്ചണിൽ നമ്മൾ ഫ്ലോട്ടിംഗ് ഷെൽഫ് വെച്ചപ്പോൾ ഈ ഒരു സെക്ഷൻ അങ്ങ് ഒന്ന് ചെറുതായിട്ട് റിനോവേറ്റഡ് ആയി. ഇപ്പുറത്ത് ആ ഗ്യാസിന്റെ അടുത്ത് നമ്മുടെ കണ്ടെയ്നേഴ്സ് ഒക്കെ ഒന്ന് മാറ്റാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. കുറച്ച് വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ഓട്സും ഇട്ട് ഇതുപോലെ കലക്കി കുറുക്കി എടുക്കാം. ഈ ഒരു സാധനം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കുറച്ചധികം ദിവസങ്ങളായിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഈ ഒരു സ്പേസ് എന്നെ അങ്ങ് ഘടാതെ ആകർഷിക്കുന്നു. അങ്ങനെ ഞാൻ ദേ ഒരു ടിഷ്യൂ ഹോൾഡർ ഓർഡർ ചെയ്തു. പ്ലാസ്റ്റിക് ആണ്, തുരുമ്പടിക്കുന്ന മെറ്റീരിയൽ ഇവിടെ അങ്ങനെ പുറത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. 4-5 കഷ്ണമായിട്ട് വന്നതുകൊണ്ട് തന്നെ കുറച്ചു നേരം പണിപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയത്. ഒരുപാട് ചിന്തിച്ചിട്ട് ഞാൻ ഈ ഒരു പ്ലഗ് പോയിന്റ് അങ്ങ് കവർ ചെയ്തു. ടടാ! അഥവാ ഇനി ഇളക്കണമെങ്കിൽ അവിടെ നിന്ന് അത് ഇളക്കാൻ എളുപ്പമാണ്. എക്സ്റ്റീമർ ആ ഒരു പ്ലഗ് പോയിന്റിൽ യൂസ് ചെയ്യാന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ അതിന്റെ വയർ അവിടെ എത്തില്ല. പിന്നെ മൈക്രോവേവിന്റെ സൈഡിലായിട്ട് കെറ്റിലൊക്കെ ഞാൻ പ്ലഗ് ചെയ്യുന്ന സ്ഥലമില്ലേ, അവിടെ ഒരു 3-4 പ്ലഗ് പോയിന്റ്സ് ഉണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ സൈഡ് ഉപയോഗിക്കാമല്ലോ. അർജന്റീനയുടെ ബാനറൊക്കെ സെറ്റായി. അതിനായിട്ട് ഉപയോഗിച്ച കമ്പിപ്പാരയാണ് ഞാൻ ഇപ്പോൾ എടുത്ത് മാറ്റി വെക്കുന്നത്. പിന്നെ ഈ സ്ക്വയർ പോലെ കാണുന്നത് ഇവർ ക്യാരം ബോർഡ് വെക്കാനായിട്ട് പണിയിച്ചെടുത്തതാണ് കൂട്ടുകാരെല്ലാം കൂടെ. ഒടിഞ്ഞുപോയ പിങ്ക് ബെഞ്ചിന്റെ ബാക്കി കഷ്ണങ്ങളാണ് ഇതൊക്കെ. ചെറിയ ചില അറ്റകുറ്റപ്പണികളും കൂടെ വീടിനകത്തും ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹോം ടൂർ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് സ്പെഷ്യലായിട്ട് ഉള്ളിച്ചോറാണ്, അല്ലെങ്കിൽ താളിച്ച ചോറ്. അല്പം നെയ്യിൽ കടുക് പൊട്ടിച്ച് ഇതുപോലൊരു ലോഡ് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അല്പം ഉപ്പിട്ട് നല്ലപോലെ ബ്രൗൺ കളറാക്കി എടുക്കാം. ഇത്തിരി മഞ്ഞപ്പൊടിയും സാമ്പാർ പൊടിയും കൂടി ഇളക്കി അതിലേക്ക് ചൂട് ചോറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഉള്ളിച്ചോറ് റെഡിയാവും. ഇതാവുമ്പോൾ കൂടെ കഴിക്കാനായിട്ട് കറിയൊന്നും വേണമെന്നില്ല. കുറച്ച് പപ്പടം ചെറുതായിട്ട് ഇങ്ങനെ വറുത്ത് ഉപ്പും മുളക് പൊടിയും പുരട്ടി വെച്ചാൽ ഇത് തന്നെ മതി. നല്ല കോമ്പിനേഷനാണ്. ഇത്തിരി അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഇതിലും നല്ലതാണ്. പക്ഷെ ഇവർ രണ്ടുപേരും അങ്ങനെ അച്ചാർ കഴിക്കാറില്ല. കുക്കു ബിസ്ക്കറ്റ്സിന്റെ ആളാണ്. ഈ വക ഐറ്റംസ് ഒന്നും അവിടെ പോകത്തില്ല. പക്ഷേ നിലുവിന് ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ വേണം. സ്നാക്സ് ബോക്സിലും എപ്പോഴും ബിസ്ക്കറ്റ്സ് വരാതിരിക്കാൻ ഇതുപോലുള്ള ഐറ്റംസ് ഇടയ്ക്ക് ഞാൻ കൊടുത്തു വിടാറുണ്ട്. അങ്ങനെ ബ്രസീൽ എത്തി, അർജന്റീന എത്തി, ഇനി പോർച്ചുഗലും കൂടെ വരാനുണ്ട്. ഞങ്ങളുടെ ഈ സീ ഡയമണ്ട്സ് എന്ന് പറയുന്ന ക്ലബ്ബ് അപ്പനും അപ്പന്റെ കൂട്ടുകാരൻ ബിനുവങ്കളും അങ്ങനെ കുറെ പേര് കൂടെ തുടങ്ങിയതാ. ക്ലബിന്റെ 25ാമത്തെ വാർഷികമൊക്കെ നടത്തിയത് ആലനും കൂട്ടുകാരും ഒക്കെ ചേർന്നാണ്. ആ സമയത്താണ് ഞങ്ങളുടെ പ്രണയമൊക്കെ മുട്ടിടുന്നത്. ഇപ്പൊ ആലനൊക്കെ ക്ലബിന്റെ സൂപ്പർ സീനിയേഴ്സാ. കണ്ണമൂനും ലൂക്കുട്ടനും പിന്നെ അവരുടെ കൂട്ടുകാരും ഒക്കെ അടങ്ങുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പാണ് ഇപ്പൊ സീനിയേഴ്സ്. ആഘോഷങ്ങൾക്കും ആർപ്പുവിളികൾക്കും ഇടയിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കട്ടെ. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.